എൻ അബ്ദുള്ള ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله عليه توكلت وإليه أنيب، ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് നമ്മുടെ പക്കൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അധ്യക്ഷൻ മിദ്ലാൽ മുസ്തസ്ലിയാർ നമ്മുടെ പ്രൗഢമായ ഒരു പ്രസംഗം നടത്തുന്ന വക്മിയും പ്രസിദ്ധ വക്മിയും പണ്ഡിതനുമായ ഇസ്മായിൽ വാഫി സമദ് ഹാജി, പിന്നെ സ്റ്റേജിലുള്ള മറ്റു പണ്ഡിതന്മാരെ, നേതാക്കൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, അതിനുള്ള ആഫിയത്തുമില്ല. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ ഹദീസ് മാത്രം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഇസ്മായിൽ വാഫിയുടെ സംസാരം നമുക്കെല്ലാവരും കേൾക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടായിരിക്കും ഒരു ഖുദ്സിയായ ഹദീസിൻ്റെ അകത്ത് കാണാം. ഖുദ്സിയ ഹദീസാണ് അല്ലാഹു തആല നേരിട്ട് പറയുന്നത്, ഖുർആൻ അല്ലാത്ത രൂപത്തിൽ. അതാണ് ഖുദ്സിയ ഹദീസ്. എന്താ പറയുന്ന വിഷയം? അനല്ലാഹ്, ഞാൻ അള്ളയാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധ്യനാരുമില്ല. മലിക്കുൽ മുലൂക്കി മാലിക്കുൽ മുലൂക്കി, എല്ലാ ഭരണകർത്താക്കളുടെയും രാജാക്കന്മാരുടെയും എല്ലാ ഉടമക്കാരനാണ്, രാജാതിരാജനാണ്. ഖുലൂബുൽ മുലൂക്കി ബിയദി, സർവ ഭരണകർത്താക്കളുടെയും ഹൃദയം എൻ്റെ നിയന്ത്രണത്തിലാണ്. ഫൈനൽ ഇബാദ ഇദാ അതാഊനി, ഏതൊരു കാലത്ത് ജനങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും വിരോധിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടുള്ളതായ ഒരു ജീവിതം നടത്തുന്ന ഏത് കാലത്തായാലും ശരി, ആ കാലത്ത് ജനങ്ങളെ ഭരിക്കുന്നതായ ഭരണകർത്താക്കൾ ഹവൽത്ത് ഖുലൂബ്, അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാകുമ്പോൾ ഹവൽത്ത് ഖുലൂബ മുലാഖിഹിം അലൈഹിം ബിർഉഫതി വന്നിഅമ, അന്നുള്ള ജനങ്ങളിലേക്ക് ഭരണകർത്താക്കളുടെ ഹൃദയം കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും ഞാൻ തിരിച്ചു വെക്കും. മുഅ്മിനീങ്ങളായ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അത് നിറവേറ്റി തരാനും നമ്മുടെ ശരീഅത്തനുസരിച്ചുള്ള ജീവിക്കാനുള്ള എല്ലാ സൗകര്യം നൽകിക്കൊണ്ട് നമ്മളോട് ബഹുമാനവും ആദരവും ഉള്ളതായിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലാഹു തആല ഭരണത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ അത് ഒരു പക്ഷേ മുസ്ലിമുകളായിക്കോണമെങ്കിൽ അമുസ്ലിമുകളായ ഭരണകർത്താക്കളാണെങ്കിൽ കൂടി നമുക്ക് വേണ്ട ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ആക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലേക്കാട്ട് തോണിച്ചു കൊടുക്കും. ഹവ്വൽത്ത് ഖുലൂബ മുലൂക്കി എന്ന് പറഞ്ഞു, ഈ ഭരണകർത്താക്കളുടെ ഹൃദയത്തെ അല്ലാഹു തആല ജനങ്ങളിലേക്ക് കൃപ കൊണ്ട് കാര്യങ്ങളോട് തിരിച്ചു വെക്കും. ഇതെപ്പോഴാണ് സംഭവിക്കുക? അള്ളാഹ് പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ. ഇനി ഫൈനൽ ഇബാദ ഇദാ അസോനി, ജനങ്ങൾ എനിക്ക് വിരുദ്ധം പ്രവർത്തിക്കുക, മാറ് കാണിക്കുക, ഞാൻ പറയുന്ന എൻ്റെ കാര്യങ്ങളൊന്നും ശരിക്കും പ്രവർത്തിക്കാതെ ധിക്കാരം കാണിച്ച് നടക്കുന്നതായ ഒരു സമൂഹമാണെങ്കിൽ, ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഹറാമിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത്. അങ്ങനത്തെ ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ ഹവൽത്ത് ഖുലൂബുഹും അലൈഹിം ബിസ്സഖതതി വന്നിഖ്മ, എനിക്ക് ആ കാലത്തുള്ള ഭരണകർത്താക്കൾ
നമ്മളോടൊക്കെയും അതായത് മുസ്ലിമീങ്ങളോടൊക്കെ വലിയതായ ശത്രുതയും ദേഷ്യവും അവർ പുലർത്തുകയും ഇപ്പോൾ സമൂഹം അങ്ങനെ പല നിരക്കിലായിരിക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും എല്ലാം നിങ്ങൾ സഹിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഫലാത്തുസ്ഖിലു അൻഫുസക്കും ബിദ്ദുആഇ അലൽ മുലൂക്കി, ആ കാലത്തുള്ള ഭരണകർത്താക്കളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ ഹദീസിന്റെ വിശകലനത്തിൽ കാണാം, അങ്ങനെ ആ ഭരണകർത്താവ് നീങ്ങി വേറൊരു വന്നാലും അവർ ഇവരെക്കാൾ വളരെ നമ്മളോട് ശത്രുതയും ഗൗരവമുള്ളതായിരിക്കും അല്ലാഹു തആല പേർ കൊടുക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ അതിന് മെനക്കെട്ടിട്ട് കാര്യമല്ല. അംഫുസക്കും ബിദ്ദിക്രി വത്തളറുഇ, നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് വളരെയധികം താഴ്മ കാണിച്ചുകൊണ്ടും ദിക്റിൻ്റെ മജ്ലിസുകൾ സങ്കല്പിച്ചുകൊണ്ടും അസ്മാഉൽ ഹുസ്ന പോലത്തെ ദിക്റിൻ്റെ മജ്ലിസുകൾ, എന്നിട്ട് അള്ളാഹുവിനോട് താഴ്മയായിട്ട് ദുആ ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ കർമ്മങ്ങളും ഒക്കെ നന്നാക്കിയായ നിലയ്ക്ക് ഒരു ജീവിതം നിങ്ങൾ നയിക്കണം. കൈ അക്ഫിയക്കും മുലൂക്കും, എന്നാൽ നിങ്ങളുടെ ഭരണകർത്താക്കളുടെ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നതായ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തടഞ്ഞു തരും എന്ന് ഒരു ഖുദ്സിയായ ഹദീസിൻ്റെ അകത്ത് നമുക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു ഹദീസ് ഈ കാലഘട്ടം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ജനങ്ങളൊക്കെ ഒരു കാലത്ത് മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളൊക്കെ ജീവിച്ച ആ ആലിമീങ്ങളോട് ബഹുമാനം പുലർത്തുന്നപ്പോൾ നമ്മളെ ജീവിതകാലത്ത് തന്നെ ജീവിച്ച മഹാന്മാരെ പണ്ഡിതന്മാരാണ് ശംസുലുലമ, കണ്യത്ത് ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ അണ്ടോൺ ഉസ്താദ്, കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ. അവരോടൊക്കെ ജനങ്ങൾക്ക് വലിയ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു. അവരെന്താണോ പറയുന്നത്, ഓരോ ഉപദേശം എന്താ, നസീഹത്ത് എന്താ, അത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ മനസ്സമാധാനത്തോടുകൂടി നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് കൊണ്ടൊരു വിധേയമായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാനും അതേപ്രകാരം ആചരിക്കാനും നമുക്കുള്ളവർക്ക് അമൽ ചെയ്യാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം നാട് നീങ്ങി ഇപ്പോൾ വളരെ കുറഞ്ഞ ആലിമുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടുകൂടി ഉള്ള ആലിമ്യങ്ങളോടുള്ള ബഹുമാനം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി. ആര് എന്ത് പറഞ്ഞാലും എതിര് പറയുക, ആര് പറഞ്ഞാൽ സ്വീകരിക്കുന്നില്ല. ഇങ്ങനത്തെ നിലപാടിലേക്ക് നീങ്ങിയ സന്ദർഭത്തിൽ ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്ന് പലതായ ഭീഷണികൾ നേരിടേണ്ടി വരികയാണ്. ഇത് സ്വന്തമല്ല, അതൊക്കെ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ശരീരത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഏക സീൽക്കോടുമായി മുറവിളി കൂട്ടുന്ന കുറേ കാലമായി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉയർത്തുകയാണ്. ഇനി 2-3 വർഷത്തിൻ്റെ ഉള്ളിലായി നടപ്പാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപ്രകാരം തന്നെ പല നിലക്കുള്ളതായിരിക്കുന്ന ഭീകരപ്രവർത്തനവും നമ്മളോട് ശത്രുതയും വർഗീയതയും കാണിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഈ രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി എല്ലാ കുൽസിത ശ്രമങ്ങളും നടത്താൻ തുടങ്ങിയ കാലങ്ങൾ കൊല്ലയായി. ഇപ്പോൾ കുറേയെല്ലാം തന്നെ അവരൊക്കെ ഓരോ പ്രവർത്തനവും വളരെ ധൈര്യത്തോടു കൂടിയാണ് മുമ്പോട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെ പറ്റി ഒരു ഭയമോ അവരോട് ബഹുമാനമോ സ്നേഹമോ അതൊക്കെ അവരുടെ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി. മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കെല്ലാം തന്നെ അവരുടെ ഹൃദയം പടക്കുക ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കണം എന്നുള്ളതായിരിക്കുന്ന അവസ്ഥയിലേക്കുള്ളത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ എത്താൻ എന്താണ് കാരണം? അത് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാരണം അല്ലാഹു തആല പറഞ്ഞതിന് വിരുദ്ധമായി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടി വന്നത്. അപ്പോൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന പല കർമ്മങ്ങളും അതിൽ നിന്ന് ജനങ്ങളൊക്കെ പിന്നോട്ടടിക്കുകയാണ്. ഒന്ന് ആദ്യമായി നമസ്കാരം ഫർളായ 5 വക്ത് ഫർളായതാണ്, അത് എല്ലാവർക്കും നിർബന്ധമാണ്. ഈ നമസ്കാരത്തിൻ്റെ ഗൗരവം പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. ഒരൊറ്റ നമസ്കാരം കാരണമില്ലാതെ കളാക്കി പോയാൽ അവൻ്റെ പേര് ഫാസിഖ് എന്നാ. അത് വന്തോഷമാണ്. വന്തോഷം ഒരൊറ്റൊന്ന് ചെയ്താൽ അവൻ ഫാസിക്കായി. പിന്നെ അവൻ തൗബ ചെയ്യുന്നവരെ അവൻ ഫാസിക്കാ. ആ കള വിട്ടാൽ പോരാ, ഫാസിക്കാണ്. അങ്ങനെ പിന്നെ അവന് ശറയിൽ പല വിലക്കുകളും അവനുണ്ട്. അവൻ്റെ മക്കളെ കെട്ടിക്കാൻ അവന് മുഴുത്തമത അഭിപ്രായം അനുസരിച്ച് വിലായത്തിന് അവകാശമല്ല. അപ്പോൾ പിന്നെ എല്ലാ ആലിമീങ്ങൾക്കും ആദിമാരും ഒക്കെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് ഫാസിക്കിന് വിലായത്തുണ്ട് എന്നൊരു കൗല് പിടിച്ചിട്ടാണ്. അപ്പോൾ ഫാസിക്കായി പോയോ അവന് തൗബ ചെയ്യുന്നത് വരെ. അവൻ്റെ അമ്മൻ്റെ ബാപ്പൻ്റെ മയ്യത്തിന് നിസ്കരിക്കാനുള്ള അവകാശം അവനില്ല.
ലാ ഹഖ ലി ഫാസിഖിൻ വലാ മുബ്തദിഇൻ എന്ന് കിതാബിൻ്റെ അകത്ത് ഫിഖിൻ്റെ മസല അതൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ ആയിരിക്കും ഫാസിഖ് എന്ന സ്ഥാനത്തേക്ക് അവൻ താഴ്ന്നു പോയി. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. നല്ല ഒരു ഹൈറായ നന്മയുള്ള മജ്‌ലിസിലേക്കൊന്നും ഇവരെ കാണുന്നതന്നെയില്ല. ഇവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒരു 18-35 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളെ കുണ്ടന്മാരൊന്നും നമ്മൾ തീരെ ഒരു മജ്‌ലിസിനൂറാവട്ടെ, ഇതുപോലെ വാതിൻ്റെ പരിപാടി ആവട്ടെ, നസീഹത്താവട്ടെ ഒന്നും അവരെ കാണുന്നില്ല. ജമാഅത്തിൻ്റെ അവർ തീരെ കൂടുന്നില്ല. നിസ്കരിക്കുന്നുണ്ടോ ഇല്ല പഠിച്ചവനറിയാം. സുബഹി നിസ്കാരമൊക്കെ ഖളാ വിട്ടുക. ഇങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നത്. ഇത് വലിയതായിരിക്കുന്ന ഒരു അപകടത്തിലേക്കാണ് എത്തിപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മളെ ഭരിക്കുന്നവർക്ക് മാറിയാലും ഇതിനേക്കാൾ ഗൗരവമുള്ള ആൾക്കാരെയാണ് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതേപ്രകാരം തന്നെ സക്കാത്ത് കൊടുക്കാത്ത ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഇതിൽ നിന്ന് നമ്മൾ മാറി ഈ അഞ്ചാമത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സക്കാത്ത് ഒരു 595 ഗ്രാം വെള്ളി വാങ്ങാൻ എത്ര റുപ്യാണോ, 40,000 ആണോ നിൽക്കുക. അത്ര ഒരാൾ ഒരു വർഷം കൈവശം വെച്ചാൽ അത് കൈവശത്തിലാവട്ടെ, ബാങ്കിൽ നിക്ഷേപിക്കാവട്ടെ, കുറി വെച്ചതാവട്ടെ, കിട്ടാനുള്ള കടം കിട്ടാനുള്ളതാവട്ടെ, ഇതിനൊക്കെയും ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ 2.5% കൊടുക്കൽ നിർബന്ധമാണ്. ഇത് ഫർള് ഐനായ വിഷയമാണ്. ഇത് ചെയ്യാതെ ഇതും കബീറത്തിൽപ്പെട്ടതാണ്. വലിയതായിരിക്കും ശിക്ഷ അവന് പിന്നിക്കേണ്ടി വരും. അവന് ആ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ആ പണം ബാക്കിയുള്ളത് ഹറാമായി, 2.5% ഹറാമായി. 1,00,000 റുപ്യ കൈ പിടിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ 2,500 റുപ്യ ഓൻ്റെതല്ല. അതാ പിന്നെ ഓൻ്റെ മക്കൾക്കും ഭാര്യക്കും ഒക്കെ കൊടുക്കുന്നത്. അപ്പം ആ ഹറാം അവരെ തീറ്റിക്കുക. ഈ ഹറാമ് തിന്നു കഴിഞ്ഞാൽ അവരൊന്നും നല്ല നിലക്ക് വളരുകയില്ല, ദീന് അവരിൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് അതേപ്രകാരം തന്നെ വ്യഭിചാരം ഒന്നായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യഭിചാരത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ചില നിയമങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ലിംഗസമത്വം എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളെയും ഒരു വെച്ചിരുത്തുകയും ഒരേ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടും എല്ലാവർക്കുന്ന നിലക്കും അവർ അത് വേണമെന്ന് പറയുമ്പോൾ ഇത് പല നിലക്കും അനാശാസ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നീക്കാൻ അതിന് പ്രോത്സാഹനമാണ് ഇതുകൊണ്ടുണ്ടായിത്തീരുന്നത്. ഇതിൻ്റെ ഫലം ഇപ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ പല ഭാഗത്ത് മസല ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ബന്ധപ്പെട്ടിട്ടില്ല, അതിൻ്റെ മുമ്പ് തലാക്ക് ചെയ്തി, എന്ത് ചെയ്യണം മഹർ എന്ന്, അല്ലെങ്കിൽ തലാക്ക് പിന്നെ 1-2 പ്രാവശ്യം ബന്ധപ്പെട്ട് അതിൻ്റെ തെല്ലി, ഇങ്ങനെയുള്ള ഒരുപാട് മസലകൾ പല ആൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ നമ്മൾ മനസ്സിലാക്കാൻ കാരണമുള്ളത്? വിവാഹം കഴിച്ച ഉടനെ തന്നെ ആ ഭാര്യനെ ഒഴിവാക്കാൻ എന്താണ് കാരണം അന്വേഷിച്ചാൽ അറിയാം. വേറൊരു കുണ്ടനുമായിട്ട് അല്ലെങ്കിൽ ഒരു യുവാവുമായിട്ട് അവൾ പ്രേമത്തിലാണ്. അത് ഈ കെട്ടിയ ആളെ അറിയുന്നത് അതിന് ശേഷമാണ്. അവൾക്ക് ഇവനോട് താല്പര്യമില്ല, ആ കാമുകനാണ് അവൾക്കുള്ളത്. ഇത് ഒരുപാട് വ്യാപിച്ചുകൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കണം. അതേപ്രകാരം തന്നെ സ്ത്രീകളൊക്കെ ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ അല്ലാഹു തആല വിരോധിച്ചതും ശക്തിയായി അതിനെല്ലാം എതിർത്തേക്കുന്ന കാര്യങ്ങളല്ലേ. ഇത് ആരോ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മളെ മക്കൾ തന്നെ പലരും നമുക്കാർക്ക് ബേജാറുണ്ടോ? ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഓരോ കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ കാണാം, പിന്നെ മുറ്റത്ത് ഒരു സ്റ്റേജ് ഉണ്ടാകും, ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറയുക. എന്നിട്ട് ആ പെൺകുട്ടീനെ ഒക്കെ അണിയിച്ചിരുത്തി കാഞ്ഞിട്ട് തലയിലും കൂടി ഇട്ടാണ്ട് അവൾ കുത്തിരിപ്പിക്കും. എന്നിട്ട് അവളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കാഞ്ഞിട്ട് കുറേ കുണ്ടന്മാർ വരിക, അതിന്മേൽ കയറുക, ഓളെ കയ്യിൽ പിടിക്കുക. അന്യപുരുഷന്മാരല്ല, ഇത് ഇത്രമാത്രം ഹറാമായിരിക്കുന്ന വിഷയമാണ്. ഒരു അന്യപുരുഷ സ്ത്രീയുടെ ശരീരം മുഴുവനും അത് ഔറത്താണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗവും കാണൽ ഹറാമാണ്, മുടി കാണൽ ഹറാമാണ്. ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ കാണൽ ഹറാമായത് മുഴുവനും അത് ശരീരത്തിന് പിരിഞ്ഞാലും ഹറാമാണ്. ഒരു അന്യ സ്ത്രീയുടെ മുടി തൊഴിൽ കിടക്കുന്നുണ്ടെങ്കിൽ അയിമൽക്ക് നോക്കൽ ഹറാമാണ്. ഇതൊക്കെയാണ് ശറഅയിൻ്റെ വിധി. ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുട്ടികൾ വന്നുകൊണ്ട് പിന്നെ കാണലിന് ഹറാമായ തൊഴിൽ അതിനേക്കാൾ എത്രയോ ഗൗരവമുള്ളായിരിക്കുന്ന ഹറാമാണ്. ഈ കുണ്ടന്മാർ വന്നുകൊണ്ട് കയ്യെ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുക, കയ്യെ പിടിച്ച് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, ഇത് പറയുവായിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളും വീട്ടിൽ നിന്നൊക്കെ തട്ടമൊക്കെ തലയിട്ടെങ്കിലും സ്കൂളിലേക്ക് കോമ്പൗണ്ടിൽ കടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടിയും തലയിടുന്നില്ല, തല മറക്കുന്നില്ല. ആ മുടിയാണ് മറ്റുള്ള സഹപാഠികളും അവരുള്ളായിരിക്കുന്ന മാഷന്മാർ
മാഷന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ രക്ഷിതാക്കൾക്ക് വരെ ഒരു ഭയവുമില്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ വ്യഭിചാരത്തിൽ കൂട്ടുകയും അതുവഴിയായി ഒരുപാട് ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കുകയും നമ്മളെ മക്കളെല്ലാം തന്നെ നമ്മളത് ശരിക്കും നമ്മുടെ ഇസ്ലാമിൻ്റെ പാന്താവിലൂടെ തന്നെ നയിക്കാൻ എന്തൊക്കെ കഴിയോ നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ പലിശ എന്താവശ്യത്തിന് വേണ്ടിയും ഒരു പക്ഷേ പലിശ കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക, ഇത് രണ്ടും ചെയ്യാത്തവർ ആരുണ്ട്? എന്താവശ്യത്തിനും അല്ലെങ്കിൽ സ്വർണ്ണം കൊണ്ട് പണയം വെക്കുക, ഇതൊക്കെ ഹറാമിൽ വിഷയങ്ങളല്ലേ. ഇങ്ങനെ എല്ലാം ചെയ്യുന്ന അവസരത്തിൽ ഇത്രയും ഗൗരവമുള്ളതാണ് പലിശ. കൊടുക്കലും വാങ്ങലും ഒക്കെ ഹറാമാണ്. എന്നിട്ട് നിങ്ങളത് നിർത്തുന്നില്ലെങ്കിൽ അള്ളാഹും റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മരിക്കുന്ന അവസരത്തിൽ സൂൽ ഖാത്തിമ പേടിക്കപ്പെടണം, ഈമാൻ കിട്ടാതെ മരിച്ചു പോകാനാണ് സാധ്യത. പക്ഷേ ഇതാർക്കോ മനസ്സിൽ കൂടുന്നുണ്ടോ? എല്ലാ ആവശ്യത്തിനു വേണ്ടിയിട്ട് ബാങ്കിൽ പോകുകയും അല്ലെങ്കിൽ പിന്നെ ഒരു ₹1,00,000 ഉണ്ടെങ്കിൽ ജ്വല്ലറി കൊടുത്തിട്ട് ഇത്ര വേണമെന്ന് കണ്ടീഷൻ ചെയ്തുകൊണ്ടാണ് വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ്. ഇതൊക്കെ സർവ്വവ്യാപകമായി എല്ലാ ടൗണുകളിലും എല്ലാ കച്ചവടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്തൊക്കെയും നമ്മൾ ഇസ്ലാമിൽ നിന്ന് വളരെ അകന്നു പോവുകയും അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ ഒരു മടിയുമില്ലാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതേപോലെ മദ്യപാനവും ലഹരി ഉപയോഗവുമെല്ലാം തന്നെ വളരെയധികം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂൾ കോമ്പൗണ്ടിലും വരെ അതിൻ്റെ കച്ചവടക്കാർ സ്ഥിരമായിരിക്കുകയാണ്. സ്കൂളിൽ എന്ന് പറഞ്ഞപ്പോൾ 15 വയസ്സ് മാത്രമല്ലല്ലോ, കോളേജിലെത്തുന്നതിന് മുമ്പ്. അതുമല്ല അത്ഭുതം, ഈ കുട്ടികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികൾ ഇത് മുന്നിലാണ്, വിൽപ്പനക്ക് വരെ മുന്നിലുണ്ടാകുകയാണ്. അതിന് അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആവുന്ന അവസരത്തിൽ ഏത് നിൽക്കാൻ നമുക്ക് നല്ല നിൽക്ക് ജീവിക്കാൻ കഴിയുക എന്ന് തന്നെ സമസ്ത മുശാവറയിലേക്ക് ഒരു കത്ത് വന്ന് നമ്മളെ സ്ഥാപനങ്ങൾ ആയ പല സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഉള്ളതായിരിക്കുന്ന കുട്ടികളൊക്കെ ഈ മയക്കുമരുന്ന് കൊണ്ട് പിന്നെ അത് കച്ചവടം ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പരിഹാരം കാണണമെന്നുകൊണ്ട് എന്നിട്ട് അത്തരം സ്ഥാപനങ്ങളെല്ലാം യോഗം വിളിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റേതായിരിക്കുന്ന ബോധം നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ അത് കോടിക്കണക്കിന് ലഹരി വസ്തുക്കളാണ് പലകളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിടിക്കപ്പെടുന്ന പ്രതികളുടെ പേരൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടായിരിക്കുന്ന അഫ്സറും മുഹമ്മദ് അബൂബക്കറുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഈ രംഗത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുന്ന അവസരത്തിൽ ഓരോ വിഷയത്തിൽ നോക്കിയാലും ചെയ്യേണ്ടത് കർമ്മം പോലെ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മുഴുവനും നമ്മുടെ കുട്ടികളൊക്കെ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ടായിരിക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും പരീക്ഷണമോ എന്തെങ്കിലും ദുരന്തമോ എന്നാൽ നമുക്ക് യാതൊന്നും കഴിയുന്നില്ല. 16,000 ആളുകൾ മരണപ്പെടാൻ തുർക്കിയിലും സിറിയയിലുമെല്ലാം തന്നെ 1-2 സെക്കൻഡ് കൊണ്ടല്ലേ കയറുന്നത്. ഇങ്ങനത്തെ ഒരു അള്ളാഹ് നമ്മളെ മുകളിലുണ്ട് എന്ന ബോധം നമുക്ക് വേണം. നമുക്ക് എന്തും സംഭവിക്കാം ഈ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ആദ്യമായി നമ്മുടെ ശരീരം നന്നാക്കുക, നമ്മൾ അള്ളാഹിനെ ഭയപ്പെടുക, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യനിഷ്ഠതയോടുകൂടി ഞാൻ പാലിക്കുമെന്ന് തീരുമാനമെടുക്കുക. എന്നിട്ട് നമ്മളെ മക്കളെയും നമ്മുടെ ഭാര്യയും നന്നാക്കിയെടുക്കുക. അതേപോലെ നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും അങ്ങനെ രാജ്യമെല്ലാം തന്നെ നമ്മുടെ പ്രബോധനവും നമ്മുടെ ആശയവുമെല്ലാം തന്നെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് വഴങ്ങുന്ന ആൾക്കാർക്കൊക്കെ ദീനിൻ്റെ ദൈവത്തെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു ദുർഗതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുള്ളത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ചിലപ്പോൾ ആവർത്തനം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് ഇനി വരുന്നതായിരിക്കുന്ന തലമുറയുടെ കാര്യത്തിൽ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുകയാണ്. എന്തെല്ലാം തിന്മകളുണ്ടോ, ഹറാമായ കാര്യങ്ങളുണ്ടോ, അവിടെ നമ്മൾ ചെറുപ്പക്കാർ ഒന്നായിട്ട് കൂടുകയും സമ്മേളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ അവസരത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നന്മകളിലൊക്കെ അകന്നു പോവുക ചെയ്യുന്നത്. ഒരു പ്രാർത്ഥന പരിപാടിയോ ദിക്റിന്റെ മജ്‌ലിസൊന്നും അവർ കാണുന്നില്ല. അവർ മൊബൈലും യൂട്യൂബുമായിട്ടുള്ള ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴവർക്ക് വേണ്ട, ഉപദേശം അവർക്ക് വേണ്ട, അവർ യൂട്യൂബിൽ കളിച്ചാൽ മതി. ഇങ്ങനത്തെ സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരു റൂമിൽ പോയി അടിച്ചാൽ അവരെന്തൊക്കെയാണ് ലോകത്തുള്ള
എന്തെല്ലാം തിന്മകളുണ്ട് അതൊക്കെ കാണാൻ സൗകര്യത്തിൽ കഴിയുന്നതാണ്. അവിടെ ഓർക്കൊയ്യുകയും ചെയ്തുകൊണ്ട് ചെയ്യും നമ്മളറിയുന്നില്ല. ഇങ്ങനെ നമ്മൾ കയറൂരി വിടുന്ന ഒരു സ്വഭാവമാണോ ഉള്ളതെങ്കിൽ ഇതൊക്കെ നമുക്ക് തിരിച്ചടിയാവും. അതിന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുകൊണ്ട് ഇത്തരത്തിലായിരിക്കുന്ന മജ്‌ലിസുകളൊക്കെ സജീവമാക്കുകയും നമ്മുടെ കുട്ടികളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യമെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലതായ നിലക്ക് അവർക്ക് ബോധം നൽകിക്കൊണ്ട് നമ്മളാകില്ലെങ്കിൽ അഹ്ലീക്കും നാറ എന്നല്ലേ അള്ളാഹു തആല പറഞ്ഞത്. നമ്മളെ ശരിയെന്ന് മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ ഭാര്യ മക്കൾ അവരെല്ലാം നരകത്തിൽ കടന്നു പോവുമോ എന്നുള്ളതായിരിക്കുന്ന ഭയം നമുക്ക് വേണ്ടും. അവരെ കാക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ അല്ലാതെ ആഹത്തെത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരുപാട് നിസ്കാരം ഉപസ്കരിച്ചാലൊന്നും മക്കൾ നമ്മളെ വിടൂല. എന്നെ പഠിപ്പിക്കുന്ന കാലത്ത് പഠിപ്പിച്ചില്ല, എനിക്ക് ബോധം നൽകിയില്ല, അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ നരകത്തിൽ വലിച്ചെറിയണമെന്ന് പറയുന്ന അവസരത്തിൽ ആ ന്യായം അല്ലാത്തില്ല അംഗീകരിച്ചുകൊണ്ട് നമ്മൾ വളരെ നിസ്കാരിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മളെ പിടിച്ചിട്ട് നരകത്തിൽ കയറുന്ന ഒരവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആയതുകൊണ്ട് നമ്മളെ മക്കളൊക്കെയും ദീനിയായ നിലയ്ക്ക് വളർന്നു വരാനുള്ളതായ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും നമ്മൾക്ക് ഈമാൻ ഉറപ്പിക്കണം. ആ ഈമാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദരിക്കും, ബഹുമാനിക്കും. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഏത് മതസ്ഥരായാലും ഏത് ഭരണം നടത്തുന്നവരായാലും അവർ മുന്നോട്ട് വരും. അതിന് അല്ലാഹു തആല അവർക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. ഏത് കാലത്തും നിങ്ങളായിരിക്കും ഉയർന്ന സ്ഥാനത്ത്. നിങ്ങൾ ആദരിക്കാൻ ആളുകളുണ്ടാവും, നിങ്ങൾക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു തരും. പക്ഷേ എന്ത് വേണോ? നിങ്ങൾക്ക് ഈമാൻ വേണം. അതില്ലാതെ പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മൾ തീർത്തും ഒഴിഞ്ഞു നിന്നുകൊണ്ട് സത്യദീനിൻ്റെ പാന്താവ് സാലിഹ്യങ്ങളായിരിക്കുന്ന സത്യസരണിയിലേക്ക് കൂടി ഇവർ കാണിച്ചെന്നായിരിക്കുന്ന ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം ചെയ്ത കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതായ പ്രത്യേക ഒരു കാലമാണ് ഇത്. റജബ് മാസമാണ്. നമ്മളെല്ലാം തന്നെ വിത്ത് ഇറക്കേണ്ട മാസമാണ്. അടുത്തത് ആ വിത്തിനൊക്കെ വെള്ളവും ചേർക്കേണ്ട മാസമാണ്. പിന്നെ റമദാൻ മാസം അതിൻ്റെ ഫലമെടുത്ത് കൊയ്തെടുക്കേണ്ട മാസമാണ് എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിത്തിറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇബാദത്ത് എത്രയോ ചെയ്യാൻ അതേപോലെ അതിന് അടുത്ത മാസത്തിൽ അതിന് കൂടുതൽ പുഷ്ടിപ്പെടുത്തുക. പിന്നീട് അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കലാണ് റമദാൻ മാസത്തിൽ. അപ്പോൾ റമദാൻ മാസത്തിൽ നമുക്ക് എന്തെങ്കിലും അമൽ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ റജബ് മാസവും ഷഅബാ മാസവും എല്ലാം തന്നെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. ഒരുപാട് ഇബാദത്തുകൾ എടുക്കേണ്ടതുണ്ട്. ഷഹ്റു തൗബത്തി വന്നദം, ഈ മാസം തന്നെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ തൗബ ചെയ്ത് മടങ്ങേണ്ടതും ഖേദിക്കേണ്ടതായിരിക്കുന്ന മാസമാണെന്നൊക്കെ നമ്മളെല്ലാം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ബർക്കത്ത് അല്ലാഹു തആല നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മളെല്ലാവരും എത്തിച്ചേരുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും കുട്ടികളെയും ഒക്കെ ഇസ്ലാമിക നിലക്ക് വളരാനുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചു തരുമാറാവട്ടെ. അവർ ഇസ്ലാമിൽ തിരിച്ചു പോകുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സമസ്ത മുശാവറ അംഗമായി തിരഞ്ഞെടുത്ത എൻ അബ്ദുള്ള ഉസ്താദിനെ അനുമോദിക്കുന്ന ചടങ്ങാണ്. അനുമോദിക്കാൻ വേണ്ടി മഹല്ല് പ്രസിഡന്റ് പി.എ. അബ്ദുസമദ് ഹാജിയെയും അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി എൻ അബ്ദുള്ള ഉസ്താദിനെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി 2 വാക്കുകൊണ്ട് അധ്യക്ഷ ഭാഷണം നടത്താൻ വേണ്ടി മിദ്‌രാജ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. വേദിയിലിരിക്കുന്ന ഉലമാക്കളെ, ഉമറാക്കളെ,
വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ ഈ മജ്ലിസ് നൂറിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ സ്വാഗത ഭാഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ മുമ്പൊക്കെ SYSന്റെയും SKSFന്റെയും കീഴിൽ വാർഷിക പ്രഭാഷണങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ ഒരു മജ്ലിസ് നൂർ തുടങ്ങുകയും അതിൻ്റെ ഒരു വാർഷികം നമുക്ക് നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, കഴിഞ്ഞ കാലത്തൊക്കെ പ്രഭാഷണങ്ങൾ നടത്തിയ ഇതിലേറെ ആളുകളിൽ നിന്നുള്ള സഹകരണവും സപ്പോർട്ടും ഈ മജ്ലിസ് നൂറിൽ വളരെ ഏറെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മജ്ലിസ് നൂറിൽ ഓരോ വീടുകളിലും മജ്ലിസ് നൂർ നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സംഖ്യകൾ സ്വരൂപിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് സഹായം ചെയ്യുന്ന ഒരു സംവിധാനം ഉറവ് എന്ന ഒരു റിലീഫ് സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരറിയാത്തത്, അത് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പരസ്യപ്പെടുത്തി പൊതുജനങ്ങളെ അറിയിക്കുന്ന ഒരു സംവിധാനം അതിലില്ല. ആരാണോ അത്യാവശ്യമുള്ള രോഗികൾ അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നേരിട്ട് വളരെ സ്വകാര്യമായ രീതിയിൽ നൽകുന്ന ഒരു സംവിധാനമാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അത് സംബന്ധമായിട്ട് അറിയുന്നത് പ്രത്യേകം. അതുകൊണ്ട് നിങ്ങൾ ഈ സംഗമത്തിലേക്ക് നൽകുന്ന ഈ ഓരോ സംഭാവനകളും നിങ്ങൾക്ക് പരലോകത്തേക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയി തീരുമെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ SYSനായാലും SKSFനായാലും നമ്മുടെ മജ്ലിസ് നൂറിനായാലും മറ്റ് സംവിധാനങ്ങൾക്കായാലും ഇതൊക്കെ നടന്നു പോകണമെങ്കിൽ അതിന്റെ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി, ഇതൊന്ന് യോഗം ചേരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓഫീസ് സംവിധാനം കൂടെ ഒരു ആവശ്യമാണ്. അതും കൂടെ ഇതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. കൂടുതൽ ഈ കാര്യത്തിൽ ഈ സമയത്ത് സമയം വളരെയേറെ ദീർഘിച്ചതുകൊണ്ട് കൂടുതലൊന്നും ഈ സമയത്ത് പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയ പരിപാടിയിൽ ഒരുപാട് ആളുകൾ വേദിയിലുണ്ട്. എല്ലാവരും അവരുടെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട്